ശ്രീമദ് ഭാഗവതം ക്ലാസ് 321 11ാമത്തെ സ്കന്ധത്തിലെ 29ാമത്തെ അധ്യായം. ഉദ്ധവർ ബദരികാശ്രമത്തിലേക്ക് പോവുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 ഉദ്ധവർ പറയുകയാണ്, അച്യുത, മനസ്സിനെ ജയിക്കാത്തവർ യോഗാനുഷ്ഠാനം വളരെ പ്രയാസമാണെന്നും, മനസ്സിനെ ജയിക്കാത്തവർ മനസ്സിനെ അത് നിയന്ത്രിക്കണം, എന്നിട്ട് യോഗാനുഷ്ഠാനങ്ങൾ ചെയ്യണം. യോഗാനുഷ്ഠാനത്തെ വളരെ പ്രയാസമാണെന്നും ഞാൻ കരുതുന്നു. അതായത് മനസ്സിനെ ജയിക്കാത്തവർക്ക് യോഗ അനുഷ്ഠാനങ്ങൾ വളരെ പ്രയാസമാണ്. യോഗ എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യുകയല്ലാതെ എക്സസൈസിലൂടെ ശരീരത്തെ ശക്തമാക്കിയിട്ട് മനസ്സിനെ കൊണ്ട് ബ്രഹ്മത്തിൽ ലയിപ്പിക്കണം. അതാണ് അതിൻ്റെ ലക്ഷ്യം. ശരീരശക്തി വേണ്ടവർക്ക് അത് ചെയ്ത് നിർത്താം. അവസാനത്തെ ലക്ഷ്യം മനസ്സിനെ ബ്രഹ്മത്തിൽ ലയിപ്പിക്കുകയാണ്. അത് വളരെ പ്രയാസമാണ്. യോഗമനുഷ്ഠിച്ചുകൊണ്ട് യോഗാഭ്യാസത്തിലൂടെ ബ്രഹ്മസാക്ഷാത്കാരം നേടാമെന്നത് നടക്കില്ല. അതുകൊണ്ട് എങ്ങനെ എളുപ്പത്തിൽ യോഗസിദ്ധിയെ പ്രാപിക്കാമെന്ന് ലഘുവായി ഉപദേശിച്ചു തരിക. യോഗയൊന്നും ചെയ്യാനൊന്നും വയ്യ, എളുപ്പത്തിൽ യോഗസിദ്ധി, യോഗത്തിൻ്റെ സിദ്ധി എന്താണ്? മനസ്സിനെ ബ്രഹ്മത്തിൽ ലയിപ്പിക്കുക. അതെങ്ങനെ സാധിപ്പിക്കാമെന്നൊന്ന് വിവരിച്ച് തരുക എന്ന് പറഞ്ഞപ്പോൾ 3 പറയുകയാണ്, അതുകൊണ്ടാണ് ജ്ഞാനികളായവർ ആനന്ദം പകരുന്ന അങ്ങയുടെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിക്കുന്നത്. ബുദ്ധിയുള്ളവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ യോഗാസനത്തിനൊന്നും മെനക്കെടില്ല, നേരെ ഭക്തിമാർഗത്തിലൂടെ അങ്ങയെ ശരണം പ്രാപിക്കും. അപ്പം അങ്ങ് സാധിപ്പിച്ചു തരും. ഭക്തന്മാരായി ഇവർ മായയാൽ ദുഷിക്കപ്പെടുന്നില്ല. ഭക്തി വരുമ്പോൾ മായയാലാണ് നമ്മൾ ഈ ലോകത്തിൽ നിന്നും ദുഷിച്ചു പോകുന്നത്. അപ്പം അങ്ങയിൽ ഭക്തി ഉണ്ടായാൽ മായ താനേ അകന്നു പോകും. യോഗം, ധർമ്മം മുതലായവയാൽ സമർത്ഥരായി വൃഥ അഭിമാനികളായി ഭവിക്കുന്നില്ല. അതായത് യോഗാഭ്യാസമെല്ലാം ചെയ്ത് മറ്റേ ധർമ്മമാർഗങ്ങളെല്ലാം പ്രയോഗിച്ചിട്ട് സമർത്ഥരായവരെ പോലെ യോഗയെല്ലാം ചെയ്തിട്ട് ഞാനിതാ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നു എന്ന നിലയിൽ അഭിമാനിച്ച് സമയം വെറുതെ കളയുന്നില്ല. മറ്റുള്ള മാർഗത്തിലൂടെ വെറുതെ മെനക്കെട്ടിട്ട് ഇപ്പോൾ യോഗികൾ പോലും എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മത്തിലെത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്തില്ല. അധിക പേരും എത്തുന്നില്ല. അപൂർവം ചിലവർ, ആ ശക്തി അനുഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. അല്ലാതെ സന്യസിക്കാൻ പോയതുകൊണ്ട് സാക്ഷാത്കാരമൊന്നും കിട്ടില്ല. അപ്പം വെറുതെ അങ്ങനെ സമയം കളയുന്നില്ല. കാരണം പറയുകയാണ് 4 തന്നെ ആശ്രയിച്ചവരെ അവൻ കൈവടിയില്ല. അവനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, യോഗാഭ്യാസത്തിൽ യോഗേനെയല്ല ആശ്രയിക്കുന്നത്, നേരെ മറിച്ച് തന്നെ ആശ്രയിച്ചവരെ അവൻ കൈവടിയില്ല. എല്ലാവരുടെയും ബന്ധുവായ അവൻ ബ്രഹ്മാവ് മുതൽ അവരുടെ ഭരണത്തിന് കീഴിൽ തപിക്കുന്നപ്പെടുന്നവനെങ്കിലും ബ്രഹ്മാവ് മുതലായ ആൾക്കാർ സൃഷ്ടിസ്ഥിതി സംഹാരത്തിലൂടെ ഈ ലോകത്ത് സംസാരമുണ്ടാക്കിയിട്ട് ഈ ലോകത്തിൽ മുഴുവൻ ദുഃഖവും കഷ്ടപ്പാടും ഉണ്ടാക്കുകയാണ്. അങ്ങനെ ബ്രഹ്മാവ് മുതലായവർ ഉണ്ടാക്കിയ കഷ്ടപ്പാടുള്ള ദേശത്ത് അന്ന് അങ്ങ് എങ്ങനെ വന്നു? രാമനായിട്ട് വന്ന് ആ വാനരന്മാരോടുകൂടി സഹവാസം ചെയ്തു. ഈ ബ്രഹ്മാവിൻ്റെ എല്ലാം ലോകത്തിൽ എല്ലാവരെയും കഷ്ടപ്പെടുത്തുന്ന ഈ ലോകത്തിൽ
അങ്ങ് വന്നിട്ട് ആരപ്പരോടാണ് കൂട്ടുമുട്ടുക? വാനരന്മാരോട്. കൃഷ്ണാവതാരത്തിൽ വന്നിട്ടോ നന്ദഗോകുലത്തിലുള്ളവരോടും ഗോപികമാരോടും എല്ലാം അവരെല്ലാം ദാസന്മാരായി, അങ്ങയുടെ ദാസന്മാരായി തീർന്നു. എന്നിട്ട് അവരോടൊത്ത് അങ്ങ് സഹവസിച്ചു. അതിൽ ഞങ്ങൾക്കൊരു അത്ഭുതവും തോന്നില്ല. കാരണം അവരോടെല്ലാം ഉള്ള അങ്ങയുടെ ഭക്തി കൊണ്ടാണ്. അപ്പോൾ അങ്ങയെ ആശ്രയിച്ച് കഴിഞ്ഞാൽ അങ്ങ് നമ്മളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ സേവിക്കും. 5 ലോകത്തിന് ചൈതന്യവും പ്രിയനും ആയ അവനെ സേവിക്കേണ്ടതും എന്നാൽ ആശ്രയിച്ചവർക്ക് സകല പുരുഷാർത്ഥങ്ങളും നൽകുന്നവനുമായ അവൻ. അപ്പോൾ അവനെ വേണം നമ്മൾ സേവിക്കാൻ. അത്ര മാത്രം ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്തു? അവൻ എല്ലാ പുരുഷാർത്ഥവും നൽകും. എന്താണ് എല്ലാ പുരുഷാർത്ഥവും? ധർമ്മം, അർത്ഥം, കാമം, അവസാനം എന്തും തരും? മോക്ഷത്തിലേക്ക് എത്തുന്ന ആ രീതി. അല്ലാതെ സുഖിക്കുന്നതല്ല പുരുഷാർത്ഥം. ഈ 4ലൂടെയും വേണം നമ്മൾ മോക്ഷം നേടാൻ. അത് നേടിത്തരും അവൻ. അതേസമയം അവൻ എന്തും ചെയ്യുന്നുണ്ട്? അവനെ ആശ്രയിക്കുന്നവർക്ക് അവൻ എല്ലാ പുരുഷാർത്ഥങ്ങളും നൽകും. അതേസമയം എല്ലാറ്റിലും അന്തരാമിയായി ഇരുന്നുകൊണ്ട് അദ്ദേഹം എന്തും ചെയ്യുന്നുണ്ട്? എല്ലാവരിലും ഇരുന്നുകൊണ്ട് ഭഗവാൻ ചെയ്യുന്ന ഉപകാരത്തെ അറിഞ്ഞവരാരും അദ്ദേഹത്തെ വിട്ടുകളയില്ല. എന്നിട്ട് അതേ എല്ലാവരിലും കയറി ഇരുന്നിട്ടുമുണ്ട്. ദുഷ്ടന്മാരിലടക്കം കയറി ഇരുന്നിട്ട് ഉണ്ട്. ഇത് മനസ്സിലാക്കിയ ആരും അദ്ദേഹത്തെ വിട്ടുകളയില്ല. അദ്ദേഹത്തെ ശരണം പ്രാപിക്കണം. ഇനിയോ ഇന്ദ്രിയ സുഖങ്ങളും സ്വർഗാദികളും ഭഗവാനെ വിസ്മരിക്കുന്നതിലേക്ക് നയിക്കുന്നതിനാൽ സുഖം കിട്ടുമ്പോൾ ഭഗവാനെ മറക്കും, സ്വർഗം കിട്ടിയാലും ഭഗവാനെ മറക്കും. അദ്ദേഹത്തെ വിസ്മരിക്കുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ സേവിക്കുന്ന ഞങ്ങൾക്ക് ഒരു ദോഷവും സംഭവിക്കില്ല. ഞങ്ങൾക്കതൊന്നും വേണ്ട. ആർക്ക്? ഉദ്ധവർ പറയുകയാണ്, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പാദസേവയായിട്ട് നടക്കുകയാണ്. 6 പുറത്ത് ആചാര്യനായും. ഇപ്പം ശ്രീകൃഷ്ണൻ പുറത്ത് നമുക്ക് ആചാര്യനാണ്, അകത്തുന്നുണ്ട് ചൈതന്യമാണ് വസിച്ച്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യരിൽ വിഷയവാസന ഇല്ലാതാക്കി. അദ്ദേഹത്തെ ആശ്രയിച്ചാൽ മനസ്സിൽ വിഷയവാസനകളെ, സുഖഭോഗ വസ്തുക്കളിലുള്ള താല്പര്യങ്ങളെ ഇല്ലാതാക്കി യാതൊരു ഭഗവാൻ സ്വസ്വരൂപത്തെ സ്വയം പ്രകാശിപ്പിക്കുന്നുവോ അവൻ്റെ ഉള്ളിൽ ആ ഭഗവാൻ സ്വയം പ്രകാശിക്കും. എന്നിട്ടോ ആ ഭഗവാൻ എന്ത് ചെയ്യും? ഉള്ളിൽ സ്വയം പ്രകാശിപ്പിച്ചുകൊണ്ട് ശാശ്വതാനന്ദ സ്വരൂപമായ ഉള്ളിൽ ശാശ്വതമായ ആനന്ദം പ്രദാനം ചെയ്യും. അങ്ങനെ ചെയ്യുന്ന അദ്ദേഹത്തിന് പ്രത്യുപകാരം ചെയ്യുവാൻ, അദ്ദേഹത്തിനപ്പം ഇതിന് പ്രത്യുപകാരം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പ്രത്യുപകാരം നമുക്ക് ചെയ്ത ഈ ഉപകാരത്തിന് നല്ല ആനന്ദം നൽകി തന്നതിന്, നമ്മളിൽ ആത്മാർത്ഥതയെല്ലാം മാറ്റിയിട്ട് നമ്മളിൽ ശാശ്വത ആനന്ദം ഉണ്ടാക്കി തന്നതിന് പ്രത്യുപകാരം ചെയ്യാൻ ജ്ഞാനികളാണല്ലോ യുദ്ധത്തിൻ്റെ പിന്നാലെ പോകും. ബ്രഹ്മാവിൻ്റെ ആയുസ്സിനത്ര സമയം കിട്ടിയാലും പ്രത്യുപകാരം ചെയ്യാൻ പറ്റില്ല. ബ്രഹ്മാവിന് എത്രയോ കാലമുണ്ടല്ലോ, അത്രയും കാലം ആയുസ് കിട്ടിയാലും ജ്ഞാനികൾക്ക് ഇദ്ദേഹത്തിന് പ്രത്യുപകാരം ചെയ്യാൻ കഴിയും. 7 ശ്രീസുഖൻ പറയുകയാണ്, ഇത്തരത്തിൽ ഉദ്ധവർ ചോദിച്ചപ്പോൾ ജഗത്തിനെ കളിക്കോപ്പായി വെച്ചുകൊണ്ട്
ഈ പ്രപഞ്ചം അദ്ദേഹത്തിനൊരു കളിപ്പൂപ്പുമാരിയാണ്. ഏതുപോലെ എന്നാൽ കടപ്പുറത്തൊരു കുട്ടി മണ്ണിങ്ങനെ ഉണ്ടാക്കി പൊളിക്കും, മണ്ണുണ്ടാക്കി പൊളിക്കും. അതുപോലെയാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നു, ഇല്ലാതാക്കുന്നു, ഉണ്ടാക്കുന്നു, ഇല്ലാതാക്കുന്നു. ഒരു കളിക്കോപ്പുമാരിയാണ്. കളിക്കോപ്പായി വെച്ച് തൻ്റെ ശക്തികളായ രജോ തമോ സത്വഗുണത്തിലൂടെ ഈശ്വരന്മാർക്ക് ഈശ്വരനായ ഭഗവാൻ കളിക്കോപ്പുകളായി വെച്ചിട്ട് സത്വരജോ ഗുണങ്ങളിലൂടെയാണ് അദ്ദേഹം ഈ ലോകത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്ന ഭഗവാൻ എന്ത് ചെയ്തു? സുന്ദരമായ ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് മന്ദഹാസത്തോടെ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചതിനുള്ള ഉത്തരം 8. ആശ്ചര്യകരമായതും മംഗളകരവുമായ എൻ്റെ ധർമ്മത്തെ ഞാൻ ഉപദേശിക്കാം. അപ്പം നീ ചോദിച്ച ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണെങ്കിൽ എളുപ്പത്തിൽ യോഗയൊന്നും ചെയ്യാതെ അത് ഞാൻ ഉപദേശിച്ചു തരാം. അവയെ അനുഷ്ഠിച്ചാൽ, ഞാനിന്ന് ഉപദേശിക്കാൻ പോകുന്ന പോലെ പ്രവർത്തിച്ചാൽ അവർക്ക് ഈ പ്രയാസകരമായി തരണം ചെയ്യാൻ പ്രയാസമായ ഈ സംസാരത്തെ എളുപ്പത്തിൽ ജയിക്കും. എന്തേ വേണ്ടു? നിസ്സാര കാര്യമാണ്. 9. മനസ്സും ചിന്തയും എന്നിൽ അർപ്പിച്ച് ധർമ്മത്തിലുറച്ച് സകല കർമ്മങ്ങളും എനിക്കായിക്കൊണ്ട് എൻ്റെ സ്തോത്രത്താൽ ചെയ്യുക. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കർമ്മവും എനിക്കായിക്കൊണ്ട് ചെയ്യുക. നമുക്കിതാണ് വഴി, അല്ലാതെ സന്യാസവും യോഗമൊന്നും നമുക്ക് വിധിച്ചതല്ല. എളുപ്പ വഴി എല്ലാം അദ്ദേഹത്തിനായിക്കൊണ്ട് ചെയ്യുക. എനിക്ക് എന്ന നിലയിലാകരുത്, എൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് എന്ന നിലയിലാകരുത്. ആ ശക്തി എന്നെ സൃഷ്ടിച്ചു, എന്തോ കർമ്മം ചെയ്യാനാണ്. ആ കർമ്മം ചെയ്തു കൊടുക്കുക, അതിലൂടെ ലോകം പുരോഗതി നേടും. 10. സദാചാരികളായ എൻ്റെ ഭക്തന്മാർ സേവിക്കപ്പെട്ട എന്നെ ദ്വാരകാദികളായ പുണ്യസ്ഥലങ്ങളെയും, കൃഷ്ണൻ്റെ പുണ്യസ്ഥലം ഏതാണ്? കൊളോണിയലിസത്തിന് ശേഷം ലോകം രണ്ടായി തിരിഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്ത് കൃഷ്ണൻ്റെ ഭരണം സ്ഥാപിച്ചു, മറുവശത്ത് ചൂതുനളിക്കാരുടെ നാട്. അപ്പം ആ ദേശത്ത്, അദ്ദേഹം സ്ഥാപിച്ച ദേശത്ത് ഉള്ള ധാരവാസികളായ അവരെല്ലാം എന്നെ സേവിക്കുകയാണ് ചെയ്തത്. അവർ രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടിയാണ് അവിടെയുള്ളവർ പ്രവർത്തിക്കുന്നത്. ഇപ്പുറത്തുള്ളവർ ചൂതുകളിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി, അവർ രാജ്യത്തിന് വേണ്ടി സേവ ചെയ്യുകയാണ്. അപ്പം അങ്ങനെയുള്ള ദേശങ്ങളെയും ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ എന്നിവരിൽ എൻ്റെ ഭക്തർ എവിടെയെല്ലാം ഉണ്ട്? ദേവന്മാരിലുണ്ട്, അസുരന്മാരിലുണ്ട്, മനുഷ്യരിലുണ്ട്. അങ്ങനെ എൻ്റെ ഭക്തരായ, ഉദാഹരണം പ്രഹ്ലാദൻ, അന്തരീക്ഷൻ മുതലായ പ്രവൃത്തികളെയും സേവിക്കൂ, അവരെയും സേവിക്കണം. അപ്പം എൻ്റെ ദേശത്തെ, ആ ദേശത്തിലുള്ള ജനങ്ങളെ ദേവന്മാരിലും അസുരന്മാരിലും മനുഷ്യരിലുമുള്ള നല്ല എന്നെ പിന്തുടരുന്നവരെ സേവിക്കുക, അവരുടെ മാർഗത്തിൽ സഞ്ചരിക്കുക. പിന്നെ 11 തന്നിലോ അന്നിലോ താനാലോ, താൻ ഒറ്റക്കോ അന്യരുടെ സഹായത്താലോ. അപ്പം സേവ ചെയ്യുന്നത്, ജോലി ചെയ്യുന്നത് അങ്ങേർക്ക് വേണ്ടിയിട്ട്. എൻ്റെ 11 പറയാണ്, തന്നാലോ, താൻ ഒറ്റക്കോ അന്യരുമായിട്ട് കൂടിയിട്ടോ
ഗീതം, നൃത്തം മുതലായവ ഉത്സവം, യാത്രോത്സവം എന്നീ രൂപത്തിൽ ചെയ്യണം. അതായത് കലകളെയും നൃത്തങ്ങളെയും പോലെയുള്ളവയെയും പ്രോത്സാഹിപ്പിക്കണം. നല്ല തരത്തിലുള്ള നൃത്തങ്ങളും സംഗീതങ്ങളെല്ലാം വേണം നാട്ടിൽ. പ്രവൃത്തി അധ്വാനിച്ചാൽ മാത്രം പോരാ, നല്ല കലകളും നാട്ടിൽ വളരണം. ഇനി 12, ആകാശത്തെ പോലെ അകവും പുറവും നിർമ്മലമാക്കി. നമ്മുടെ അകവും പുറവും നിർമ്മലമാക്കി സകല പ്രാണികളിലും തന്നിലും എന്നെ ദർശിക്കും. ഇതാണ് ഏറ്റവും പ്രധാനം. അപ്പം 2 കാര്യമാണ്. എല്ലാ കർമ്മവും ലോകത്തിന് വേണ്ടി ചെയ്യുക, എല്ലാ ജീവജാലങ്ങളിലും എന്നെ ദർശിക്കുക. ഇതൊരിക്കലാണോ പറയാൻ പോകുന്നത്? അല്ല, തുടർന്ന് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. 13-14 ഇപ്രകാരമുള്ള ജ്ഞാനദൃഷ്ടി ലഭിച്ചവനായി സർവപ്രാണികളെയും ഞാനായിട്ട് കണ്ട് പൂജിച്ചുകൊണ്ട് അപ്പോൾ എല്ലാത്തിലും ഈശ്വരനെ ദർശിച്ചുകൊണ്ട് ബ്രാഹ്മണനിലും, ശുദ്ധമായ ബ്രാഹ്മണനിലും, താഴെയുള്ള ചണ്ടാളനിലും, ബ്രാഹ്മണ ഭക്തരിലും, ബ്രാഹ്മണരോട് ഭക്തിയുള്ളവരിലും, ബ്രാഹ്മണന്റെ സ്വത്ത് അപഹരിക്കുന്നവരിലും, അത് കൊള്ളാലോ, ബ്രാഹ്മണരുടെ ഭക്തി കൊള്ളാം. ബ്രാഹ്മണരുടെ സ്വത്ത് അപഹരിക്കുന്നവരിലും, സൂര്യനിലും, തീപ്പൊരിയിലും, ക്രൂരനിലും സമാനമായിരിക്കുന്ന എന്നെ, ക്രൂരനായാലും ബ്രാഹ്മണ ഭക്തനായാലും ബ്രാഹ്മണന്റെ സ്വത്ത് അപഹരിക്കുന്നവനായാലും എല്ലാത്തിലും സമാനനായ എന്നെ, ഞാൻ എല്ലാവരുടെ മുമ്പിലും സമാനനായി ഇരിക്കുന്നവനാണ്, നോക്കുന്നവനാണ്. പണ്ഡിതൻ എന്ന് അങ്ങനെ കാണുന്നവനാണ് പണ്ഡിതനെന്ന് ഞാൻ പറയുന്നു. അപ്പം എന്നെ ഞാൻ എങ്ങനെയായിട്ട് കാണണം? ബ്രാഹ്മണനെ പൂജിക്കുന്നവരായാലും വേണ്ടില്ല, ബ്രാഹ്മണന്റെ സ്വത്ത് അപഹരിച്ചു കൊണ്ടുപോകുന്നവരായാലും വേണ്ടില്ല, ക്രൂരനായാലും വേണ്ടിയില്ല, ചണ്ടാളനായാലും വേണ്ടിയില്ല, ബ്രാഹ്മണനായാലും വേണ്ടിയില്ല, ഞാൻ എല്ലാവരെയും ഒരേ കണ്ണോടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ അമ്പലത്തിൽ കട്ടിലപ്പാളി ഇറക്കിയപ്പോഴും വിഗ്രഹം തന്നെ അടിച്ചു കൊണ്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല, അടിച്ചു കൊണ്ടുപോയാലും എനിക്ക് അവൻ ഒരേപോലെ തന്നെയാണ്. കാരണം ഇതിലൊന്നും എനിക്ക് താല്പര്യമില്ല, കാരണം ഞാൻ തന്നെയാണ് മോഷ്ടിക്കുന്നത്. കൃഷ്ണൻ എന്താണ് പറയുന്നത്? സർവം ഞാനാണ്. ഈ കട്ടള മോഷ്ടിക്കുന്നവരും ഞാനാണ്, അതിനെ പിടിക്കാൻ നടക്കുന്നത് SIT എന്താ, അതും ഞാനാണ്, കോടതിയും ഞാനാണ്, എല്ലാം ഞാനാണ്. പിന്നെ എനിക്ക് നിങ്ങൾ കട്ടിലയല്ല, ബിംബമല്ല, എല്ലാം അടിച്ചു മാറ്റിയാലും എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. എന്ത് ചെയ്താലും. പിന്നെ അദ്ദേഹത്തിനൊരു കാര്യമുണ്ട്, അതെല്ലാം ലോകം ദുഷിക്കുന്നത് കൊണ്ടാണ്. ആ ദുഷിപ്പ് മാക്സിമത്തിലെത്തുമ്പം അദ്ദേഹം ഇറങ്ങും, എല്ലാത്തിനെയും അടിച്ച് ആ ഭരണത്തെ തന്നെ അടിച്ച് ഇല്ലാതാക്കും. അത്രേ ചെയ്യുള്ളൂ. അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കട്ടില മോഷ്ടിക്കുകയോ ബിംബം അടിച്ചു കൊണ്ടുപോകുമോ, അവിടെ ഇരുന്ന് പണം ചാക്ക് കെട്ടിയിട്ട് ദക്ഷിണമായി വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോകുമോ എന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്കിതൊന്നും ഒരു താല്പര്യമില്ല. അവരെയെല്ലാം ഞാൻ എങ്ങനെയാണ് കാണുന്നത്? ഒരേ കണ്ണോടെയാണ് കാണുന്നത്.
പിടിക്കാൻ വരുന്ന പോലീസിനെയും അടിച്ചു കൊണ്ടുപോയ അങ്ങേയും ഒരേപോലെയാണ് കാണുന്നത്. ആര് പറയുന്നു? ഭാഗവതം പറയുന്നു. അപ്പം എൻ്റെ വീക്ഷണത്തിൽ ഇത് മനസ്സിലാക്കുന്നവനാണ് ബുദ്ധിമാൻ എന്ന്, പണ്ഡിതനെന്ന് ഞാൻ കരുതുന്നു. കൃഷ്ണൻ പറയുകയാണ്, ഈ സത്യം മനസ്സിലാക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം മോഷ്ടാവും കള്ളനും ചണ്ടാളനും പിച്ചക്കാരനും എല്ലാം ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പാപവുമില്ല പുണ്യവുമില്ല. എല്ലാം അദ്ദേഹം ഒരു കളിക്കോപ്പ് പോലെ കളിക്കുകയാണ്. കുട്ടികൾ കളിക്കോപ്പ് എടുത്തിട്ട് ഇങ്ങനെ എടുക്കും, പിന്നെ അടിച്ച് പൊളിക്കുകയും ചെയ്യും. അടിച്ചിട്ട് പിന്നെ പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ ചേർത്ത് നോക്കുക, കൊള്ളാമോ ഇത് ചേരുമോ നോക്കാൻ വേണ്ടിയിട്ട്. പിള്ളേരെങ്ങനെയാണ് അടിച്ച് പൊളിക്കും, ഇത് പിന്നെ ചേർത്ത് വെച്ച് നോക്കും, ഇത് ചേരുമോ, എന്നിട്ട് അതിലൊരു രസം. അതുമാതിരി ഇവിടെ കുറേ കള്ളന്മാർ നല്ല മാന്യന്മാരായിട്ട് നിന്നിട്ട് കളിക്കുന്നതെല്ലാം കട്ട് മുടിക്കുമ്പോൾ അദ്ദേഹം ഇരുന്നിങ്ങനെ രസിക്കും. എൻ്റെ കളി മനുഷ്യരെന്തെല്ലാം വേഷങ്ങളാണ്. നാടകത്തിൽ ഇതെല്ലാം കാണിക്കുമ്പോൾ നമുക്ക് രസമില്ല, നമ്മൾ ആസ്വദിക്കില്ലേ. ഇന്ന് നാടകത്തിൽ ഒരു കള്ളം വന്നിട്ട് ഇങ്ങനെ എല്ലാം നമുക്ക് രസം തോന്നി. എൻ്റെ ബുദ്ധി എന്തെല്ലാം. അതുപോലെ കൃഷ്ണനും ഇതെല്ലാം കണ്ട് അങ്ങനെ രസിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ആത്മീയ പ്രഭാഷണത്തിൽ എപ്പോഴും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ആത്മീയ പ്രഭാഷണത്തിൽ ഇതെല്ലാം പറയുമോ? അപ്പോൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? എല്ലാവരിലും ഈശ്വരനെ, ബ്രഹ്മത്തെ ദർശിക്കണം. അത് കള്ളനായാലും വേണ്ടിയില്ല, അതെന്നും പിന്നോട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഞാൻ കുറച്ചധികം പറയാം. ഇപ്പോൾ ഒന്ന് ഓടിച്ചിട്ട് പോകാം. പതിനഞ്ചില് മനുഷ്യന്മാരിൽ പലപ്പോഴും ഈശ്വരഭാവനയെ ചെയ്യുന്ന പുരുഷൻ്റെ അസൂയ, ഗർവ്, അപമാനിക്കൽ എന്നിവയ്ക്ക് കാരണമായ അഹങ്കാരത്തെ ഞാൻ ക്രമത്തിൽ ഇല്ലാതാക്കും. ഈശ്വര ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അവരിലുള്ള ഇത്തരം ദുർവാസനകളെ, അഹങ്കാരം മൂലമുണ്ടാകുന്ന ദുർവാസനകളെ ഞാൻ ക്രമത്തിൽ ഇല്ലാതാക്കും. 16 തന്നെ നോക്കി പരിഹസിക്കുന്ന സഖാക്കളെയും. അപ്പോൾ വേദത്തിലെ സഖാവ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ തന്നെയാണ്. യുദ്ധവരെ വിളിക്കുന്നതും സഖാവ് എന്നാണ്. അപ്പം തന്നെ നോക്കി പരിഹസിക്കുന്ന സഖാക്കളെയും, ആ വാക്ക് ഉപയോഗിച്ച കാര്യം നോക്കണം. സഖാക്കളാണ് തന്നെ പരിഹസിക്കുന്നത്. ഞാൻ ഉത്തമൻ, അന്യൻ, നീചൻ എന്ന് ശരീരം പോലുള്ളവർ ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഉത്തമനാണ്, ഞാൻ അന്യനാണ്, അവൻ നീചനാണ് എന്നെല്ലാം ഉള്ളത് ഈ ശരീരം ഹേതുവായി ഉണ്ടാകുന്നതാണ്. നമ്മളെ ശരീരം ഹേതുവായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിചാരങ്ങളാണ് ഞാൻ ഉന്നതൻ, അവൻ നീചൻ, അവൻ അന്യൻ, എന്നീ ചിന്തകളെല്ലാം എല്ലാം എന്താണ്? ബ്രഹ്മമാണ്. തന്നെ നോക്കി പരിഹസിക്കുന്ന സഖാക്കൾ ദൈവമൊന്നുമില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കും. പിന്നെ അവരെയെല്ലാം കൂടാതെ നായ, ചണ്ടാളൻ, കഴുത തുടങ്ങിയ എല്ലാവരെയും ഭൂമിയിൽ വീണ് ദണ്ഡം പോലെ നമസ്കരിക്കണം. അപ്പം ചെയ്യേണ്ടത് എന്താണ്? എളുപ്പമായ മാർഗം. തന്നെ പരിഹസിക്കുന്ന സഖാക്കളെ കാണുമ്പോൾ അത് ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കണം. യോഗയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. എത്ര എളുപ്പം.
കമ്മ്യൂണിസ്റ്റുകാർ വരുമ്പോൾ താസ്കാന്തം വീണ് ഭക്തി കൊണ്ട് എന്നിൽ ഭക്തി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. സഖാക്കന്മാരെ കാണുമ്പം കാലിൽ വീണങ്ങ് ദണ്ഡ നമസ്കാരം ചെയ്യുക. ഉള്ളിൽ ഭഗവാനാണ് ഇരിക്കുന്നത്. പട്ടിയായാലും പൂച്ചയായാലും ചണ്ടാളനായാലും വീണ് ദണ്ഡ നമസ്കാരം, കാണുന്ന എന്തായാലും ഭഗവാനേ എന്ന് വിളിച്ചുകൊണ്ട് പോയി വീട് നമസ്കരിച്ചോളുക. ലളിതമായ മാർഗം, വല്ല പ്രയാസമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെ കിട്ടാൻ വലിയ പാടൊന്നുമില്ല, എത്രയോ ഉണ്ട്. കാണുമ്പോൾ വീട് നമസ്കരിച്ചേക്കുക. പിന്നെ പട്ടി ചിലപ്പോൾ കയറി കടിച്ചെന്ന് വരും. ഒന്ന് പറയുന്നു നോക്കൂ. ഇതെല്ലാം ഏതെങ്കിലും ആത്മീയ പ്രഭാഷണത്തിൽ കേട്ടിട്ടുണ്ടോ? എന്താണ് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം? എല്ലാം ബ്രഹ്മമായി കാണാൻ ശ്രമിക്കുക. എന്നെ എന്നെ കുറ്റം പറയുന്ന സഖാവിലും എന്ത് കാണണം? അവൻ ഈശ്വരനാണ്, ബ്രഹ്മമാണ്. ബ്രഹ്മത്തെ കണ്ടുകൊണ്ട് നമസ്കരിക്കാനാണ് പറയുന്നത്. അദ്ദേഹത്തിന് എന്നെ നിഷേധിച്ചാലും വേണ്ടിയില്ല, ഒരു കുഴപ്പമില്ല. എൻ്റെ വിഗ്രഹം അടിച്ചുകൊണ്ട് പോയാലും അവനെയും കാണുമ്പോൾ അവൻ്റെ കീഴിൽ അതിപ്പം നമസ്കരിക്കുന്നു. ഇഷ്ടന്മാർ പണച്ചാക്കുമായിട്ട് പോയിട്ടാണ് അങ്ങേരെ കാലിൽ നമസ്കരിക്കുന്നത്. ഇനിയും നമസ്കരിക്കും ജനം. പക്ഷേ കൃഷ്ണൻ പറയുന്ന അവനുമല്ല, ഞാൻ തന്നെയാണ്. പറയുമ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം, ബ്രാഹ്മണനിലും വൈശ്യനിലും ശൂദ്രനിലും ഹിന്ദുവിലും മുസ്ലിമിലും ക്രിസ്ത്യാനിയിലും ആർത്തമുള്ള സ്ത്രീയിലും ആർത്തമില്ലാത്ത സ്ത്രീയിലും എല്ലാത്തെ ബ്രഹ്മത്തെ കണ്ടാൽ എവിടെയാണ് തൊട്ടുകൂടായിത്ത പ്രശ്നം? അവൻ തൊട്ടുപോയി, ഞാൻ അശുദ്ധമായി പോയി, ദൈവം അശുദ്ധമായി പോയി. ഇവിടെ ദൈവം പറയുന്ന എല്ലാത്തിനെയും വീണ് നമസ്കരിക്കാനാണ്. ആർത്തമുള്ള സ്ത്രീനെ കണ്ടാൽ കാലിൽ വീണങ്ങ് നമസ്കരിച്ചേക്കണം, കാരണം ബ്രഹ്മമായി കാണണം. ഇതാണ് ഭാഗവതം പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും പ്രഭാഷണത്തിൽ കേട്ടിട്ടുണ്ടോ ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതെല്ലാം മൂടി വെച്ചിട്ട് എന്തെല്ലോ അവനവൻ്റെ നമ്മളെത്ര കാലം എങ്ങനെ പാടുപെട്ടിട്ട് പഠിച്ചതാണ്. ഇപ്പം നമ്മളെ മക്കൾ അവരെ നമ്മളെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ എന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛനമ്മമാരോട് പറയുന്നത് എന്താണെന്ന്, മക്കൾ വലുതായാൽ എല്ലാവരെയും ഏൽപ്പിച്ചിട്ട് വീട് വിട്ട് കാട്ടുപോകാനാണ് പറയുന്നത്. നേരെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പാടുപെട്ടിട്ട് അച്ഛനമ്മമാരെ അവർ നോക്കുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ഭാഗവതത്തിൽ ഇതെല്ലാമാണുള്ളത്. എൻ്റെ മക്കളും ഭാഗവതം പഠിച്ചിരുന്നെങ്കിൽ ഇപ്പം മാറി നന്നായി പോകുമായിരുന്നു. ഈ പ്രഭാഷണം കേൾക്കാൻ വന്നിട്ട് ഈ വയസ്സന്മാർ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വായും പൊളന്ന് മാനസിക സങ്കല്പ ലോകത്തിൽ ഇങ്ങനെ ആസ്വദിച്ച് ഇരിക്കും. ഭാഗവതം പറയുന്ന കാര്യത്താണ്. വയസ്സായി മക്കളെ ഏൽപ്പിച്ചിട്ട് കാട്ടുപോകും, സന്യാസത്തിലേക്ക് പോകും, വാനപ്രസ്ഥത്തിലേക്ക് പോകും. അല്ലാതെ പിള്ളേർക്ക് ശല്യമാക്കിയിട്ട് അവിടെ ഇരിക്കണ്ട, അവർക്ക് വിട്ടുകൊട്. ഇതാണ് ഭാഗവതം പറയുന്നത്. ഇവിടെ പഠിപ്പിക്കുന്ന എന്താ? കേൾക്കുമ്പോൾ ഈ കേൾക്കുന്നവരെന്താ വിചാരിക്കുന്നത്? ഭാഗവതത്തിൽ മുഴുവൻ ഇങ്ങനെ പിള്ളേരെ നന്നാക്കേണ്ട കേസാണ്, നമ്മളെ നന്നാക്കേണ്ട കാര്യമാണ് ഭാഗവതം പറയുന്നത്. പിന്നെ ഈ പ്രഭാഷണം നടത്തുന്നവർക്കെല്ലാം മുസ്ലിം എന്ന ചിന്തയെ പോവുള്ളൂ. ആത്മീയം എന്ന് പറഞ്ഞാൽ മുസ്ലിമിൻ്റെ മേ കിട്ടുകയറുക. അപ്പുറത്തും ഇങ്ങനെ തന്നെ അവരുടെ ആത്മീയം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ പേരടിക്ക് കയറുക, ഹിന്ദുവിനെ കുറ്റം പറയുക. ഇതാണ് ഇന്നത്തെ ആത്മീയം. ഇവിടെ പറയുന്നത് എന്ത്? എന്നിട്ട് 17 പറയാം, എല്ലാ പ്രാണികളിലും ഈശ്വരനെ ദർശിക്കുക. ഏതുവരെ അതുണ്ടാകുന്നില്ലയോ, എല്ലാ പ്രാണികളിലും ഈശ്വരനെ ദർശിക്കാൻ ഏതുവരെ പറ്റുന്നില്ലയോ അതുവരെ ഈ വിധം വാക്ക്, മനസ്സ്, ശരീരം കൊണ്ട് ഉപാസിച്ചുകൊണ്ടേയിരിക്കണം. ഈ തത്വങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഈ മനസ്സുണ്ടാകുന്നത് വരെ ശ്രമിക്കണം. എല്ലാത്തിലും ഈശ്വരനെ കാണാൻ പഠിക്കണം. മുസ്ലിമിൽ ഈശ്വരനെ കാണാൻ പഠിക്കണം. ആർത്തവമുള്ള സ്ത്രീ വരുമ്പോൾ അവർ ഭഗവാനാണ് വരുന്നത് എന്ന നിലയിൽ വിളിച്ചുകൊണ്ട് ഇരുത്തണം.
അല്ലാണ്ട് അങ്ങനെ ബ്രഹ്മചര്യമൊന്നും പോകുന്നു. ഈശ്വരൻ്റെ ബ്രഹ്മചര്യം എന്താ പറയുന്നത്? ഇപ്രകാരം ഒരു ഉപാസിക്കുന്ന പുരുഷന് എല്ലാം ബ്രഹ്മസ്വരൂപമായി ഭവിക്കും. ഇങ്ങനെ കുറച്ചു കാലം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ കാണുന്നതെല്ലാം ബ്രഹ്മമായി ഭവിക്കും. സകലതിലും ബ്രഹ്മദൃഷ്ടി ഉണ്ടായ ജ്ഞാനത്താൽ 4 പാഠം പരബ്രഹ്മത്തെ നോക്കിക്കൊണ്ട് സംശയ നിവൃത്തി വന്ന് സകല പ്രവൃത്തികളിൽ നിന്നും അവൻ വിരമിക്കും. അപ്പം എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുമ്പോൾ പിന്നെ അവൻ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ബ്രഹ്മമേ കാണും. അങ്ങനെ അവൻ സഞ്ചരിക്കുമ്പോൾ നിവൃത്തി വന്ന് സകല പ്രവർത്തനങ്ങളും അവൻ ഉപേക്ഷിക്കും. പിന്നെ എന്തിനാ പ്രവർത്തിക്കുന്നത്? എല്ലാം ബ്രഹ്മമാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ കിടക്കുന്നു? ബ്രഹ്മത്തിന് ചെയ്യാൻ. ഞാനും ഭാര്യയാണെങ്കിലല്ലേ എന്തെങ്കിലും ചെയ്യുള്ളൂ. ഭാര്യയും ബ്രഹ്മമായിട്ട് കണ്ട് ഞാനും ബ്രഹ്മമാണെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ എന്താ ചെയ്യാൻ കിടക്കുന്നു? അപ്പോൾ അവൻ സകല പ്രവൃത്തികളിൽ നിന്നും വിരമിക്കും. ഞാനിത് വേറെ എവിടെ നിന്നൊന്നും പറയുന്നൊന്നുമില്ല. വേദവരികളുടെ അർത്ഥത്തിലേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. മറ്റുള്ള ആത്മീയ പ്രഭാഷണങ്ങളിലൊന്നും വേദവരികൾ ഉപയോഗിക്കുന്നില്ല. വേദവരികൾ ഇത് ആദ്യം തൊട്ട് അവസാനം ഇങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ബുക്ക് തൊട്ടിട്ട് ഏതെങ്കിലും ആത്മീയ പ്രഭാഷണത്തിൽ നടത്താൻ പറ്റുമോ? ആദ്യം തന്നെ വന്നിട്ട് കുറേ ഗുരുവിനെയെല്ലാം പ്രണമിക്കും. എന്നിട്ട് ഗുരുക സാക്ഷാൽ പരബ്രഹ്മം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഗുരുവാണ്, ഞാനാണ് പരബ്രഹ്മം, എന്നെ പരബ്രഹ്മമായിട്ട് കണ്ടോളൂ, ഇത് ഞാൻ പറയുന്നതല്ല, അതേപോലെ അങ്ങ് വിഴുങ്ങിക്കോളൂ. ഇനി 19. മനസ്സ്, വാക്ക്, ശരീരം ഇവകളുടെ വ്യാപാരത്താൽ എല്ലാ വസ്തുക്കളിലും പരമാത്മ ദർശനം തന്നെ. അതാണ് ഏറ്റവും ഉത്തമവും ശ്രേഷ്ഠവുമായ ജ്ഞാനം. മനസ്സുകൊണ്ടും വാക്കും കൊണ്ടും ശരീരം കൊണ്ടുമുള്ള വ്യവഹാരങ്ങളിൽ, എല്ലാ വ്യവഹാരങ്ങളിലും ഏത് വസ്തു എടുത്തിട്ടുള്ള വ്യവഹാരങ്ങൾ നടത്തുമ്പോഴും അതിലെല്ലാം ബ്രഹ്മത്തെ ദർശിക്കുക. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഞാൻ കാണുന്നത്. എല്ലാത്തിലും ഭഗവാനെ ദർശിക്കുക. ഭഗവാന്റെ ധർമ്മങ്ങളെ ദുരുപാസനാരൂപത്തിൽ ഗുണങ്ങൾക്കധിഷ്ഠിതമായി അനുഷ്ഠിച്ചാൽ, ഗുണങ്ങൾ കണ്ടുകൊണ്ട് അത് ഹിന്ദു, അത് ക്രിസ്ത്യാനി, ഈ തരത്തിലല്ല, ഇത് അർത്ഥമുള്ള ശ്രീ, ഈ തരത്തിൽ ഉപാസനത്തെ ഉപാസിച്ചാൽ, ഇങ്ങനെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭഗവാന്റെ ധർമ്മങ്ങളെ ദുരുപാസനാരൂപത്തിൽ ഗുണങ്ങൾക്കടിമപ്പെട്ട് അനുഷ്ഠിച്ചാൽ, കാണുന്നതെല്ലാം പലതായിക്കൊണ്ട് കണ്ടുകൊണ്ട്, അതാണ് ഞാൻ പറഞ്ഞ ബ്രാഹ്മണ ക്ഷത്രിയ ഇങ്ങനെയെല്ലാം കണ്ടുകൊണ്ട്, ആർത്തമുള്ള സ്ത്രീ ഇങ്ങനെയെല്ലാം കണ്ട് അനുഷ്ഠിച്ചാൽ അവൻ്റെ ഈ ഞാനെന്ന ചിന്ത നശിക്കില്ല. അവന് ബ്രഹ്മസാക്ഷാത്കാരത്തിനൊന്നും പറ്റില്ല. ഗുണസംബന്ധമല്ലാതെ ഇരുന്നാൽ അതാണ് ശ്രേഷ്ഠകരം. ഗുണസംബന്ധമല്ലാതിരിക്കണം. കാണുന്നതിലൊന്നും ഗുണങ്ങളെ ദർശിക്കരുത്. അത് ബ്രാഹ്മണനാണെന്നോ ക്ഷത്രിയനാണെന്നോ ഹിന്ദു ആണെന്നോ മുസ്ലിം ആണെന്നോ ഒന്നും ദർശിക്കരുത്. ഗുണരഹിതമായി അവൻ ആർത്തമുള്ള സ്ത്രീയാണോ ആർത്തവമില്ലാത്ത സ്ത്രീയാണോ ഇതൊന്നും ദർശിക്കരുത്. എല്ലാം ബ്രഹ്മം. അങ്ങനെ ചിന്തിക്കുന്നതാണ് ശ്രേഷ്ഠകരം. ഇനി 21 ഭയം വരുമ്പോൾ ഓടുന്നത് പോലെയും, എന്തെങ്കിലും ഭയമുണ്ടാകുന്ന സംഗതികൾ ഉണ്ടാകുന്ന അവിടുന്ന് ഒളിച്ചോടിക്കളയും. ശോകം വരുമ്പോൾ നിഷ്ഫലമായി കത്തിയിരിക്കുന്ന പോലെ, ശോകം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോയി വിട്ട് കത്തിയിരിഞ്ഞ പോലെ നമ്മൾ പിന്നെ ഒന്നിലും ഇറങ്ങിത്തിരിക്കില്ല. നിഷ്ഫലമായ ലൗകിക വ്യാപാരങ്ങൾ പരമാത്മാവായ എന്നിൽ ഫലം
ഇച്ഛിക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ അത് അപ്പോൾ ധർമ്മമായി തീരും. അപ്പോൾ ഭയം വരുമ്പോൾ ഓടുകയാണ്, കുഴപ്പമില്ല. ശോകം വരുമ്പോൾ ആകെ തളർന്നിരിക്കുകയാണ്, കുഴപ്പമില്ല. പക്ഷെ ചെയ്യുന്ന കർമ്മം, നിഷ്ഫലമായ ലൗകിക വ്യാപാരങ്ങൾ, ഇങ്ങനെ ലൗകിക ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രവൃത്തികളെല്ലാം പരമാത്മാവായ എന്നിൽ ഫലം ഇച്ഛിക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ, പക്ഷെ അങ്ങനെയുള്ള വ്യക്തികളും ചെയ്യുന്ന കർമ്മം പരമാത്മാവിന് വേണ്ടിയാണ് അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അവൻ അതെല്ലാം ധർമ്മമായി തീരും. പേടിച്ചിട്ട് നമ്മൾ ഓടിയെന്ന് വരും, ചിലപ്പോൾ നിസ്സഹാരമായിട്ട് തളർന്ന് ഇരുന്നെന്നും വരും. എങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയല്ല, സ്വീകരിക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന നിലയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാണിക്കുന്നതെല്ലാം ധർമ്മമായിട്ട് വരും. അപ്പോൾ അവിടെ ഓടിയതും ആർക്ക് വേണ്ടിയാണ് ഓടിയത്? ഭഗവാന് വേണ്ടിയാണ് ഓടിയത്. പേടിച്ചോടുന്നുണ്ടെങ്കിലും എനിക്ക് വേണ്ടിയല്ല, എൻ്റെ ശരീരം സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്, അതിനെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ കാല് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ശക്തിക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഈ ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നു. എല്ലാം അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ നമ്മൾ തെറ്റുകൾ പറ്റിയാലും കുഴപ്പമൊന്നുമില്ല. എന്ത് തെറ്റ് പറ്റിയാലും കുഴപ്പമില്ല, എന്ത് അശ്രദ്ധയുണ്ടായാലും കുഴപ്പമില്ല. പക്ഷെ ചെയ്യുന്നത് എനിക്ക് എന്നാകരുത്, ആ ശക്തിക്ക് വേണ്ടിയായിട്ട് ചെയ്യണം. ഇനി 22. അസത്യമായതും, ഈ ജീവിതം എന്ന് പറയുന്നത് മായയാണ്, അസത്യമാണ്. അസത്യമായതും മരണ സ്വഭാവത്തോടു കൂടിയതാണ് ഈ ശരീരം. മരണ സ്വഭാവത്തോടു കൂടിയതുമായ ശരീരത്താൽ ഈ ജന്മത്തിൽ തന്നെ ആ ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഭഗവാനിൽ ഭക്തി അർപ്പിച്ചുകൊണ്ട് എല്ലാ കർമ്മവും ചെയ്യുകയാണെങ്കിൽ സത്യവും മരണധർമ്മമില്ലാത്തതുമായ എന്നെ പ്രാപിക്കുന്നു. മരിക്കുന്നതിനെക്കാട്ടി മുമ്പ് തന്നെ എന്നെ പ്രാപിക്കാൻ പറ്റും. എന്നെ പ്രാപിച്ചാൽ പിന്നെ മരണമില്ല. യഥാർത്ഥത്തിൽ മരണമുള്ള ശരീരമാണ്, പക്ഷേ എന്നെ ആശ്രയിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതിനെക്കാട്ടി മുമ്പ് തന്നെ എന്നെ പ്രാപിക്കാം. ഇതാണ് ബുദ്ധിമാന്മാരുടെ വിവേകം, സമർത്ഥന്മാരുടെ സാമർഥ്യം. അപ്പം സാമർഥ്യമുള്ളവർ, ബുദ്ധിയുള്ളവർ ശ്രമിക്കേണ്ടത് എന്താണ്? മരിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ഈ ഞാനെന്ന ചിന്തയെ അങ്ങയിൽ കൊണ്ടർപ്പിക്കുക. പിന്നെ മരണമില്ല, മരണവുമില്ല, ജനനവുമില്ല, ബ്രഹ്മസാക്ഷാത്കാരം. ഇനി 23 പറയുകയാണ്, ദേവന്മാർക്ക് പോലും അറിയുവാൻ അസാധ്യമായ, ദേവന്മാർക്ക് പോലും അറിയാത്ത അസാധ്യമായ വേദാന്ത സംബന്ധമായ ഇതിൻ്റെ ചുരുക്കം വിസ്തരിച്ച് വീണ്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഞാൻ പറയേണ്ടത് ചുരുക്കി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ കൂടുതൽ എനിക്ക് ചുരുക്കി പറയാനില്ല. എളുപ്പ വഴി എന്താണത്? എളുപ്പമാണ്. എല്ലാ കർമ്മങ്ങളും അദ്ദേഹത്തിനായി ചെയ്യുക. ഞാനെന്ന ചിന്ത വിട്ട് അദ്ദേഹത്തിനായിട്ട് ചെയ്യുക. എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിക്കുക. പട്ടിയായാലും പൂച്ചയായാലും, ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും, ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും, ആർത്തമുള്ള സ്ത്രീയായാലും ആർത്തമില്ലാത്ത സ്ത്രീയായാലും, പട്ടിയായാലും പൂച്ചയായാലും എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുക. എല്ലാറ്റിൻ്റെയും മുമ്പിൽ കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായാലും വേണ്ടിയില്ല, ദൈവത്തെ നിഷേധിക്കുന്ന ആൾക്കാരായാലും വേണ്ടിയില്ല, അവൻ്റെ മുമ്പിൽ വീട് നമസ്കരിച്ചു, സാഷ്ടാംഗം നമസ്കരിക്കുക. കാരണം ബ്രഹ്മമായിട്ട് കണ്ടോളണം. എത്ര എളുപ്പമുള്ള പരിപാടിയാണ്. ഞാനിതെല്ലാം വിവരിച്ചു തന്നു എന്ന് പറയുകയാണ്. പക്ഷേ ഈ ഉപദേശം ആർക്കെങ്കിലും ഉപദേശിക്കുന്നുണ്ടോ? ഇനിയോ തത്വജ്ഞാനിയും 24 വിവേകയുക്തനുമായ നിനക്ക് ഉപദേശിച്ച ഇത് ഏത് മനുഷ്യർക്ക് അറിയുന്നുവോ അവൻ മോക്ഷം പ്രാപിക്കും. നിനക്ക് ഉപദേശിച്ച ഇത്
ആര് കേട്ടാലും അവർക്ക് മോക്ഷം പ്രാപിക്കും. നല്ലതുപോലെ 25 നല്ലതുപോലെ നൽകിയ ഈ ഉപദേശം ആര് അനുസന്ധാനം ചെയ്യുന്നുവോ അവൻ വേദങ്ങളിലെ പരമരഹസ്യമായ ബ്രഹ്മത്തെ ആത്മാവായി അറിയുന്നു. ഈ സത്യം അറിയുന്നവൻ വേദത്തിൻ്റെ രഹസ്യമായ ബ്രഹ്മം അത് എന്നിലെ ആത്മാവ് തന്നെയാണെന്ന സത്യം തിരിച്ചറിയുന്നു. ആരിതിനെ പൂർണ്ണമായി ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നുവോ അവന് സ്വയം ഞാൻ ആത്മാവിനെ നൽകുന്നു. ഞാൻ എന്നെ തന്നെ നൽകും. ഈ ആത്മീയ പ്രഭാഷകർ ഇത് കണ്ടിരുന്നെങ്കിൽ ആദ്യം എന്താ ചെയ്യുക? അദ്ദേഹം ഈ കാര്യങ്ങൾ ഭക്തന്മാർക്ക് ഉപദേശിക്കും. എന്തിനു വേണ്ടി? അത് ഉപദേശിച്ചു കഴിഞ്ഞാൽ ഉടൻ കൃഷ്ണൻ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് അങ്ങേർക്ക് കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഉപദേശിക്കാത്തത്? ചിന്തിച്ചുകൊള്ളുക. അന്യരെ ശുദ്ധമാക്കുന്ന ഇത് ആര് ഉച്ചത്തിൽ വായിക്കുന്നു? ഞാനിപ്പോൾ ഉച്ചത്തിലാണ് വായിക്കുന്നത്. അവൻ ദിവസവും ജ്ഞാനമാകുന്ന വിളക്കാൽ എന്നെ അന്യർക്ക് കാണിച്ച് അവരെ ശുദ്ധമാക്കുന്നു. ഉച്ചത്തിൽ വായിക്കുന്നവരെ ജ്ഞാനമാകുന്ന വിളക്കാണിത്. ഈ ജ്ഞാനമാകുന്ന വിളക്ക് അന്യർക്ക് മുമ്പിലിരിക്കുന്നവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അവരെ എല്ലാം എന്താക്കിയാണ്? പരിശുദ്ധരാക്കുകയാണ്. 28 ഏതൊരു മനുഷ്യൻ എന്നെ മനസ്സിൽ ധരിച്ചുകൊണ്ട് ഇത് ദിവസവും കേൾക്കുന്നുവോ, ഇത് ദിവസവും കേട്ടുകൊണ്ടിരുന്നാൽ അവൻ കർമ്മങ്ങളിൽ ബന്ധപ്പെടുകയില്ല. കർമ്മങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് അവന് ബന്ധമില്ല. അപ്പം പിന്നെ എന്തില്ല? സുഖവുമില്ല, ദുഃഖവുമില്ല, കഷ്ടപ്പാടുമില്ല. പിന്നെ 29 പറയാണ് സഖാവേ ഉദ്ധവ. സഖാവ് എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. നീ ബ്രഹ്മത്തെ നല്ല പോലെ മനസ്സിലാക്കിയോ? നിനക്ക് ബ്രഹ്മത്തെ മനസ്സിലായോ? നിന്റെ അജ്ഞാനവും ശോഭമെല്ലാം വിട്ടുപോയോ? അങ്ങോട്ട് ചോദിക്കുകയാണ്. 30 ഡംഭമുള്ളവനും നാസ്തികനും ചതിക്കുന്നവനും കേൾക്കാൻ ആഗ്രഹമില്ലാത്തവനും ഭക്തനല്ലാത്തവനും വിനയമല്ലാത്തവനും നീ ഇത് ഉപദേശിക്കണ്ട. ഈ ആൾക്കാർക്കൊന്നും നീ കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്തൊന്നും പോയി നീ ഇത് ഉപദേശിക്കാൻ നിൽക്കണ്ട, കാര്യമില്ല. എന്നാൽ 31 ബ്രാഹ്മണരെ അതുപോലെ തന്നെ പരിശുദ്ധിയുള്ളവര്, പ്രിയമുള്ളവര്, സാധുക്കള്, ഇവർക്കെല്ലാം നിനക്ക് ഉപദേശിക്കാം. ഭക്തിയുണ്ടെങ്കിൽ ശൂദ്രരായാലും വേണ്ടിയില്ല, സ്ത്രീകളായാലും വേണ്ടിയില്ല, ആർക്ക് ഉപദേശിക്കാം. ഇതിന് പറ്റിയ ആൾക്കാർക്ക് ഉപദേശിക്കാം. എല്ലാത്തവരോടൊന്നും ശരി പറയാൻ പോകരുത്. ചിലപ്പോൾ അവരന്മാർ എന്തെങ്കിലും എല്ലാം പറയും. 32 ജ്ഞാനത്തിന് ആഗ്രഹമുള്ളവർ ഇതറിഞ്ഞാൽ അവന് അറിയാനായി വേറൊന്നും തന്നെയില്ല. ജ്ഞാനം നേടാൻ ആഗ്രഹിക്കുന്നവർ ഈ സത്യം മനസ്സിലാക്കിയാൽ, അതായത് ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണെന്ന സത്യം ഇതിൽ ഇനിയിൽ കൂടുതലൊന്നും അവന് മനസ്സിലാക്കാനില്ല എന്ന് പറയുകയാണ്. മധുരമായ അമൃത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 33 ജ്ഞാനത്തിലും കർമ്മത്തിലും യോഗത്തിലും കൃഷിയിലും നല്ല നീതിയിലും ദണ്ഡനീതിയിലും എല്ലാ പുരുഷാർത്ഥങ്ങളിലും നിനക്ക് ഞാനാണുള്ളത്. ഇവിടെ നടക്കുന്ന എല്ലാ കർമ്മങ്ങളിലും ജ്ഞാനങ്ങളിലും പുരുഷാർത്ഥങ്ങളിലും എല്ലാം നിനക്ക് എന്നെ കാണാൻ കഴിയും. ഞാനാണ് അതിലുള്ളത്. ഇവിടെ നടക്കുന്ന എല്ലാം ഞാൻ തന്നെയാണ്. മനുഷ്യർ സമസ്ത കർമ്മങ്ങളും ത്യജിച്ച്, അതുകൊണ്ട് മനുഷ്യരെന്ത് വേണം? എല്ലാ കർമ്മങ്ങളും ത്യജിച്ച് ആത്മാവിനെ എന്നിൽ ഏൽപ്പിച്ചാൽ അവൻ എനിക്ക് ഇഷ്ടപ്പെട്ടവനായി ഭവിക്കും. ഈ ലോകം തന്നെ ത്യജിച്ചിട്ട് മനസ്സെന്നിൽ അർപ്പിച്ചാൽ അവൻ എനിക്ക് ഇഷ്ടപ്പെട്ടവനാണ്. അതാരാണ്?
വിരക്തി വന്ന് എല്ലാം ഉപേക്ഷിച്ച് ഉടുതുണി അടക്കം ഉപേക്ഷിച്ച് പോകുന്നവർ, മനസ്സ് അദ്ദേഹത്തിൽ വെച്ച് പോകുന്നവരെ അവനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. നമ്മൾ നോക്കുമ്പം ഭ്രാന്തന്മാരെ പോലെ ചിലവർ പോകുന്ന കാണാം. ഇങ്ങനെ കൃഷ്ണൻ ഇഷ്ടപ്പെട്ടവർ അവരെയാണ്. അതിലൂടെ അവർ എന്നിൽ ഐക്യം പ്രാപിക്കുന്നു. 35 ശ്രീസുഖൻ പറയുകയാണ്, ഇപ്രകാരം യോഗമാർഗം ഉപദേശിക്കപ്പെട്ട ഉദ്ധവർ പ്രീതിയാൽ ഇടകിയ ശബ്ദത്തോടെ, അദ്ദേഹത്തിൻ്റെ ശബ്ദമെല്ലാം ഇടറി, കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണു. ഒരു നിമിഷം അദ്ദേഹത്തിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. 36 പിന്നെ ധൈര്യം കൈവരിച്ച് ശിരസാൽ പാദത്തിലെ തൃപ്പാദത്തിൽ നമസ്കരിച്ച് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. 37 ബ്രഹ്മദേവനും ആദിയായ കൃഷ്ണ, എന്നിലെ അന്ധകാരം ഭഗവാന്റെ സാന്നിധ്യത്താൽ തന്നെ ഇല്ലാതായി. ഭഗവാന്റെ അടുത്തിരുന്നപ്പം തന്നെ എൻ്റെ അന്ധകാരമെല്ലാം മാറി. ഏതുപോലെ എന്നാൽ അഗ്നിയുടെ അടുത്ത് ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ അയാൾ തണുപ്പും പോകും, ഇരുട്ടും പോകും, ഭയവും പോകും. പിന്നെ അവർക്കിതൊന്നും ഉണ്ടാവില്ല. അതുപോലെ നിൻ്റെ അടുത്തിരുന്നപ്പം തന്നെ എനിക്കിതെല്ലാം പോയി. എനിക്ക് ഭഗവാൻ വിജ്ഞാനമായ ദീപം തെളിച്ചു നൽകി. അങ്ങനെയുള്ള ഭഗവാന്റെ തൃപ്പാദങ്ങളെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. ദശാർഹർ വൃഷ്ണികൾ 39 അന്ധർ, സ്വാർത്ഥികർ, ഇവരിൽ സൃഷ്ടിയുടെ ഭാഗമായി ഭഗവാൻ എറിഞ്ഞ മായയാകുന്ന സ്നേഹവലയത്തെ ഈ തത്വജ്ഞാനമാകുന്ന കത്തിയാൽ മുഴുവനും മുറിക്കപ്പെട്ടു. ഇവിടെ എല്ലാ മനുഷ്യരും, അത് വൃഷ്ണികളായാലും അന്ധരായാലും അസുരന്മാരായാലും സാധ്യന്മാരായാലും, അവരെയെല്ലാം ലോക സൃഷ്ടിയുടെ ഭാഗമായിട്ട്, ഈ ലോകത്തെ പുരോഗമിച്ച് നല്ലൊരു ലോകം ഉണ്ടാക്കുന്നതിൻ്റെ പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഇവരെയെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനെന്ത് ചെയ്യുന്നു? മായ എറിഞ്ഞിട്ടുണ്ട്. മായയാവുന്ന വല എറിഞ്ഞിട്ട് മോഹിതരാക്കിയിരിക്കുകയാണ് അവർ. അവരിലെല്ലാം ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നിട്ട് അവരവരിലും എനിക്ക് എന്ന് വെച്ചുകൊണ്ട് അങ്ങനെ കർമ്മം ചെയ്യുകയാണ്. എന്നെ അതിൽപ്പെടുത്തിയതായിരുന്നു ആര്? ഉദ്ധവരെ. പക്ഷേ അങ്ങേരിപ്പോൾ തന്ന ജ്ഞാനമാകുന്ന കത്തിയാൽ ഞാൻ എന്ത് ചെയ്തു? അതിനെയെല്ലാം വലയെല്ലാം മറുത്തു മാറ്റി മുഴുവനും ഞാൻ അത്ത് മായയിൽ നിന്നും സ്വതന്ത്രനായി. ഇനി 41 40 പറയുകയാണ്, യോഗേശ്വരനായ ഭഗവാന് നമസ്കാരം. ഭഗവാനിൽ എന്നും നശിക്കാത്ത ഭക്തി എങ്ങനെ ഉണ്ടാക്കുമോ അങ്ങനെ താങ്കളെ എനിക്ക് ശരണം പ്രാപിച്ച് അഭ്യസിക്കണം. എപ്പോഴും അങ്ങയിൽ ഭക്തി ഉണ്ടായിക്കൊണ്ട് അഭ്യസിക്കാനുള്ള വഴി പറഞ്ഞു തരണമെന്ന് പറയുകയാണ്. അങ്ങേ തന്നെ ഭക്തി ഉറപ്പിച്ചിട്ട് എങ്ങനെയാണ് ഞാൻ അഭ്യസിക്കേണ്ടത്? ഇപ്പം ശ്രീകൃഷ്ണൻ 41 മുതൽ 44 വരെ ഉപദേശിക്കുകയാണ്. നമുക്കെല്ലാം ഉള്ള ഉപദേശമാണ്. ഭക്തിമാർഗത്തിലൂടെ പോകണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. നിസ്സാര വഴികളാണ്. ഉദ്ധവരെ, എന്നിൽ ഉണ്ടാക്കപ്പെട്ട എന്നിൽ ഭക്തി ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എന്നാൽ ഉണ്ടാക്കപ്പെട്ട ബദരി എന്ന ആശ്രമത്തിലേക്ക് നീ ചെല്ലുക. അവിടെ ഒരു ബദരികാശ്രമം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ചെല്ലുക. അതവിടെ പോയിട്ട് അളകനന്ദയെ കണ്ടാൽ തന്നെ പാപമെല്ലാം തീരും. അളകനന്ദ നദി കാണുമ്പോൾ തന്നെ പാപം തീരും. പിന്നെ പാദതീർത്ഥമായി ഗംഗയിൽ സ്നാനം ചെയ്യുക. പാദതീർത്ഥം, എൻ്റെ കാലിൽ നിന്ന് ഒഴുകുന്ന നദിയാണ് ഗംഗ. എങ്ങനെയാണതെന്ന് മനസ്സിലായല്ലോ. വിരാട പുരുഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അനന്തമായിട്ട് കിടക്കുകയാണ്.
അതിൻ്റെ പാദത്തിലെ ഒരു പൊടിയാണ് ഈ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൽ ഒഴുകുന്ന നദി ഇപ്പോൾ എവിടെ നിന്നാണ് ഒഴുകുന്നത്? പാദത്തിൽ നിന്നാണ് ഒഴുകുന്നത്. അപ്പം ആ നദിയിൽ പോയി കുളിക്കുക, പിന്നെ മരവിന് ധരിക്കുക. എല്ലാവർക്കുള്ള ഉപദേശ ഭക്തിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ചുരുക്കമുള്ള പരിപാടിയാണ്. അല്ലാതെ എല്ലാം ഉപേക്ഷിച്ചിട്ട് സന്യാസിയായിട്ട് പോകുന്നത് കുറച്ച് പാടാണ്. അല്ലെ യോഗ എടുത്താൽ അത്ര എളുപ്പമൊന്നുമല്ല. ഇത് എളുപ്പമാണ്. അവിടെ പോയി നമസ്കരിച്ച് മരവിരി എടുക്കുക, കുഴപ്പമില്ല. വനത്തിൽ കിട്ടുന്ന പഴങ്ങൾ കഴിക്കുക. വല്ല വനത്തിലെടുത്ത് പോയി കഴിഞ്ഞാൽ പഴം കിട്ടും, അത് കഴിച്ചാൽ മതി. പാലകവും വേണ്ട, ഒരു ചുക്കും വേണ്ട. സുഖത്തിൽ ചിന്ത വെക്കരുത്. ശീതോഷ്ണങ്ങളെ സഹിക്കണം. ചിലപ്പോൾ തണുപ്പായിരിക്കും, ചിലപ്പോൾ ചൂടായിരിക്കും, അല്ലെങ്കിൽ സഹിച്ചേക്കണം. നല്ല ശീലം വെക്കുക. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക. കാണാനും കേൾക്കാനും ഒന്നും നിൽക്കരുത്. ശാന്തനാവുക, ഏകാഗ്രചിത്തനാവുക. ജ്ഞാനവിജ്ഞാനത്തോടുകൂടി, ഇതുവരെ നേടിയ ജ്ഞാനവിജ്ഞാനത്തോടുകൂടി ഞാൻ ഉപദേശിച്ചത് ശരിക്കും വിവേചനം ചെയ്തു. ഞാനിപ്പോൾ ഉപദേശിച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം ശരിക്കും ചിന്തിച്ചുകൊണ്ട് കാണുന്നതിലെല്ലാം ബ്രഹ്മം. എന്നാൽ വാക്കോടും മനസ്സിനെയും അർപ്പിച്ച്, വാക്കിനെയും മനസ്സിനെയും എന്നാൽ അർപ്പിച്ച് നീങ്ങിയാൽ ഈ ത്രിഗുണാത്മകമായ യോനിയിലൊന്നും ഇനി ജനിക്കേണ്ടി വരില്ല. അങ്ങനെ നിങ്ങൾ നീങ്ങിയാണെങ്കിൽ ത്രിഗുണങ്ങളെ കൊണ്ടുണ്ടാക്കിയിരുന്ന പട്ടിയിലും പൂച്ചയിലും മനുഷ്യരിലുള്ള യോനിയിലൊന്നും ഇനി ജനിക്കേണ്ട ആവശ്യം വരില്ല. അവയെല്ലാം മറികടന്നിട്ട് എന്നെ പ്രാപിക്കും. വളരെ എളുപ്പമാണ്. ഒരു ഗുരുവും വേണ്ട. ഒറ്റ പോക്ക് പോകണം. ബദരികാശ്രമത്തിന് ട്രെയിനുണ്ട്. ബദരികാശ്രമത്തിൽ ചെല്ലുക. അളകനന്ദ കഴിയുമ്പോൾ കാണുമ്പോൾ തന്നെ പാപമെല്ലാം പോയി മനസ്സ് ശുദ്ധമായി ഗംഗയിൽ മുങ്ങിക്കുളിക്കുക, മരവരിയിലിരിക്കുക, വല്ല ഫലവും വീഴുന്നുണ്ടെങ്കിൽ അതെടുത്ത് കഴിച്ചോളുക, ശാന്തമായിട്ട് വരെ ഇരിപ്പിരുന്നേക്കുക. തീർന്നു. എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കും. 45 ശ്രീസുഖൻ. ഇപ്രകാരം ശ്രീകൃഷ്ണൻ പറഞ്ഞത് കേട്ട് ഉദ്ധവർ അദ്ദേഹത്തെ വലം വെച്ചിട്ട്, കേട്ടപ്പോൾ അദ്ദേഹത്തെ പ്രദക്ഷിണം വെച്ച് തല കൊണ്ട് ശിരസ് നിർമ്മിച്ചിട്ട് കണ്ണുനീരോടുകൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ നനച്ചു എന്ന് പറയുകയാണ്. ഇനി 44. ഭഗവാനെ ത്യജിക്കുവാൻ ഭയന്നവനും, ഭഗവാനെ വിട്ടുപോകണം, അതിൽ ഭയങ്കര സങ്കടം ഭയവുമുണ്ട്. ആതുരനായ അവൻ ഭഗവാനെ വിടുവാൻ സാധിക്കാതെ ഭഗവാന്റെ പാദുകങ്ങളെ തലയിൽ താങ്ങിക്കൊണ്ട്, പാദുക എടുത്തിട്ട് തലയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും നമസ്കരിക്കുക. അദ്ദേഹത്തിന് നമസ്കരിച്ചത് മതിയായിട്ടില്ല. പിന്നെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നേരെ ബദരിയിലേക്ക് പോയി. 47. പിന്നെ ശ്രീഹരിയെ ഉള്ളിൽ പതിപ്പിച്ച് മനസ്സിൽ ശ്രീഹരിയിൽ നിറച്ച് അദ്ദേഹം ബദരിയിൽ ചെന്ന് ലോകത്തിൻ്റെ ഏക ബന്ധുവായ ഭഗവാൻ ഉപദേശിച്ചത് പ്രകാരം അദ്ദേഹത്തെ തപസ് ചെയ്തുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട്, തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ ചിന്തയിൽ ഭഗവാൻ ഉപദേശിച്ച അതിനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു കൊണ്ട് ശ്രീഹരിയെ പ്രാപിച്ചു. ഇനി 48. യോഗീശ്വരന്മാർ സേവിക്കപ്പെടുന്ന ഭഗവത് മാർഗത്തിലൂടെ എത്തിച്ചേരുന്ന ശ്രീകൃഷ്ണനാൽ ഭക്തനായ ഉദ്ധവർക്ക് ഉപദേശിക്കപ്പെട്ട ഈ ജ്ഞാനമാർഗം ആര് ഭക്തിയോടുകൂടി സേവിക്കുന്നുവോ അവർക്ക് മുക്തി നേടാം. ഇങ്ങനെ ഉദ്ധവർക്ക് കൃഷ്ണൻ ഉപദേശിച്ച ഈ മാർഗം ആര് സേവിക്കുന്നുവോ അവർക്ക് മോക്ഷം കിട്ടും. അതോടുകൂടി അവന് സംസാരമാകുന്ന ദുഃഖമെല്ലാം അകന്നിട്ട് മുക്തിയെ പ്രാപിക്കും. ആ ജഗത്തും, അങ്ങനെയുള്ള ജഗത്തും മുക്തിയെ പ്രാപിക്കുമെന്ന് പറയുകയാണ്. ഇനി 49.
നിവൃത്തന്മാർ സംസാരത്തെയും പ്രവൃത്തി മാർഗക്കാർ ജരാനര മരണ ഭയത്തെയും ഇല്ലാതാക്കുന്നു. നിവൃത്തന്മാർക്ക് സംസാരം തന്നെ ഇല്ലാതായി മാറും. പ്രവൃത്തി മാർഗങ്ങളിൽ അവനവൻ്റെ ജോലി ചെയ്തിട്ട് ശ്രീഹരിക്കായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ജര നര മരണ ഭയങ്ങളെല്ലാം ഇല്ലാതാണ്. ആ ഭയമാണ് ഇല്ലാതാണ്. നരച്ചാലെന്ത്? എല്ലാം അദ്ദേഹത്തിന് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ തന്നെ ഈ നരനെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എനിക്ക് അത് ചിന്തിക്കുമ്പോഴല്ലേ ഈ മുടീനെ പറ്റിയെല്ലാം ചിന്തിക്കേണ്ടത്. എല്ലാം അദ്ദേഹത്തിന് വേണ്ടിയാണെങ്കിൽ ജര നര മരണ ഭയങ്ങളെല്ലാം ഇല്ലാതാകും. ഇനി വേദകർത്താവായ ഭഗവാൻ, ഈ വേദങ്ങളെല്ലാം ഏതിൽ നിന്ന് തന്നെയാണ് വന്നത്? ഭഗവാനിൽ നിന്നാണ്. പിന്നെ വേദവ്യാസൻ രസിച്ച് എഴുതിയുണ്ടാക്കി ഭാഗവതല്ല. വണ്ടുപോലെ ജ്ഞാനവിജ്ഞാനമയമായ വേദസാരത്തെ, വണ്ടുപോലെ ജ്ഞാനവിജ്ഞാനമായ വേദസാഗരത്തെ, വേദസാഗരത്തിൽ നിന്ന് പുറത്തെടുത്ത അതിൻ്റെ സത്താണ്, ജ്ഞാനത്തിൻ്റെ എണ്ണം സത്താണ് ഈ വേദങ്ങൾ. ആ വേദങ്ങളെയും സമുദ്രത്തിൽ നിന്നും അമൃത് എടുത്ത് തൻ്റെ ഭക്തന്മാർക്ക് പ്രാണൻ ചെയ്യിപ്പിച്ച ശ്രീകൃഷ്ണനെയും സമുദ്രത്തിൽ നിന്ന് അമൃത് പുറത്തെടുത്ത്, അതായത് ഈ സാഗരമാകുന്ന സമുദ്രത്തിൽ നിന്നും പുറത്തേക്ക് വന്നതാണ് ഈ ജ്ഞാനമാകുന്ന ഈ അമൃത്. അത് പുറത്തെടുത്തിട്ട് ഭക്തന്മാരെ കൊണ്ട് പാനം ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ആരെയാണ് പാനം ചെയ്യിപ്പിച്ച? ആദ്യം ഉദ്ധവരെ. ആ കൃഷ്ണനെ ഞാൻ നമിക്കുന്നു എന്ന് പറയുകയാണ് ആര്? ശ്രീ ശുഗൻ. ശുഗനാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്. ആർക്ക്? പരീക്ഷത്തിന്. അതും പറഞ്ഞു കൊടുത്ത് ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആഖ്യാനം തീരുകയാണ്.